സോ തേർഡ് ചാപ്റ്റർ ആയിരുന്നു ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നലത്തെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് പഠിച്ചു. ഇൻസൈഡ് ദി എർത്ത് എന്താണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എർത്ത് ക്വേക്ക്, വോൾക്കാനോ, ഓക്കെ, അതുപോലെ തന്നെ എർത്തിന്റെ ലൈക്ക് കോമ്പോസിഷൻ, ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ ഈ എർത്തിന്റെ സർഫസിൽ മാറ്റം കൊണ്ടുവരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജൻസ് അല്ലെങ്കിൽ ഫോഴ്സസ്, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ എക്സോജനിക് അതുപോലെ തന്നെ എൻഡോജനിക് എന്നിങ്ങനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഈ ഓരോ ഫോഴ്സസിലും വരുന്നത് ഏതൊക്കെ ടൈപ്സ് ഓഫ് ഫോഴ്സസ് ആണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നോക്കി. പിന്നെ ഇതിൽ വരുന്ന എക്സോജനിക് ഫോഴ്സസ് ആയിട്ടുള്ള വാട്ടർ, വിൻഡ്, ഓക്കെ, ഗ്ലേഷ്യേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ, അതുപോലെ ലൈക്ക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പൊ ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ ഒരു ലാർജ് ഏരിയ ഓഫ് ജോഗ്രഫി ഇന്നലത്തെ ഒരു സിംഗിൾ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട UPSCയുടെ മെയിൻസ് എക്സാമിനേഷനിലും പ്രിലിംസ് എക്സാമിനേഷനിലും വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതെങ്ങനെ സോൾവ് ചെയ്യണം, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നാലാമത്തെ ചാപ്റ്റർ ആണ്. സോ നാലാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ വി ഹാവ് ടു ഡിസ്കസ് എയർ. ഓക്കെ, സോ ഇതും കമ്പാരിറ്റീവ്ലി ഒരുപാട് ഏരിയസ് കവർ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ ഇത് ഡിസ്കസ് ചെയ്യാനും ഇന്നലത്തെ പോലെ തന്നെ നമുക്ക് കുറച്ചധികം സമയം ആവശ്യമുണ്ട്. ആൻഡ് അക്കോർഡിംഗ്ലി നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും ഈ ക്ലാസ് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. കാരണം ഈ ഒരു ചാപ്റ്ററും അടുത്തതായിട്ട് വരുന്ന വാട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററും ഇറ്റ്സ് ലൈക്ക് സോ ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ രണ്ട് ചാപ്റ്ററിലായിക്കൊണ്ട് നമ്മുടെ UPSCയുടെ ജോഗ്രഫി ഭാഗത്തിന്റെ ഇന്നലത്തെ ചാപ്റ്റർ ഇന്നത്തെ ഈ ഒരു രണ്ട് ചാപ്റ്ററും കൂടെ ആകുന്ന സമയത്ത് ഓൾമോസ്റ്റ് 25% നിങ്ങൾക്ക് കവർ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഐ ക്യാൻ അഷ്യൂർ യു, ഓൾമോസ്റ്റ് 25%. ഞാൻ പറഞ്ഞ ഫൗണ്ടേഷൻ എന്നുള്ള അർത്ഥത്തിലല്ല, UPSC ജോഗ്രഫിയുടെ തന്നെ ഒരു 25%ഓളം കണ്ടന്റ് അത് നിങ്ങൾക്ക് ഈ രണ്ട് ചാപ്റ്റർ, ഈ ലൈക്ക് 3 ചാപ്റ്റേഴ്സ്, അത് കഴിഞ്ഞ ചാപ്റ്റർ വരുന്നുണ്ട്. സോ എനിവേ ഈ ക്ലാസ് 7ലെ ഒരു ബുക്ക് ജോഗ്രഫി നിങ്ങൾ പഠിച്ചു തീരുമ്പോഴേക്കും 25% ഓഫ് ജോഗ്രഫി നിങ്ങൾ കംപ്ലീറ്റ് ആക്കും. ഓക്കെ, ജസ്റ്റ് ഈ ഒരു 7ാം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആക്കുന്നതോട് കൂടിയിട്ട് തന്നെ ദെൻ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ എക്സ്റ്റെൻഡ് ആയിട്ട് ഇന്ത്യൻ ജോഗ്രഫി ഏരിയയും കൂടെ ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ജോഗ്രഫി കംപ്ലീറ്റ് കവർ ആകുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ കുറച്ച് അത്യാവശ്യം ഡെപ്തിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ അക്കോർഡിംഗ്ലി പറയുന്ന ഓരോ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അക്കോർഡിംഗ്ലി എന്ത് ചെയ്യാം, നിങ്ങളുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡിസ്കഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയാണ് നമുക്ക് എയർ കാണുന്നത്? ഓക്കെ, നമ്മുടെ ചുറ്റും എയർ കാണുന്നത് എവിടെയാണ്? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഒന്നാമത്തെ ചാപ്റ്ററിലും രണ്ടാമത്തെ ചാപ്റ്ററിലായിട്ട് നമ്മൾ നമ്മുടെ എർത്തിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പഠിച്ച ഒരു ഏരിയ ആയിരുന്നു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ, അപ്പോൾ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നതാണ് എയർ. എന്നാൽ അറ്റ്മോസ്ഫിയറിൽ മാത്രമല്ല, ഈവൻ ലൈക്ക് അണ്ടർഗ്രൗണ്ടിലായാലും അവിടെയൊക്കെ എന്തുണ്ട്, എയർ ഉണ്ട്. ബട്ട് മോസ്റ്റ്ലി അബണ്ടൻ്റ്ലി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എയർ എന്നതുകൊണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ മേജർലി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എയർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലാണ് കാണുന്നത്. ഇനി എയറിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, അതുപോലെ ലൈക്ക് അറ്റ്മോസ്ഫിയറിന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെയേഴ്സ്, ഇങ്ങനെയൊക്കെയാണ് ഈ ചാപ്റ്റർ ഇനീഷ്യലി എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി കോമ്പോസിഷൻ ഓഫ് ദി എയർ. നമ്മുടെ എയറിലെ കോമ്പോസിഷൻസ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്തൊക്കെയാണ്? കമ്പോണൻസ് ഇൻ അവർ എയർ, എയറിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, ജസ്റ്റ് പറയാം. Nitrogen, oxygen, CO2. Okay, definitely. Nitrogen, oxygen, like CO2, carbon monoxide, methane. Okay, that is CH4. Argon. Yeah, argon. So like it's basically like a different ആയിട്ടുള്ള എലമെന്റ്സിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഡിഫറെന്റ് എലമെന്റ്സ് ഇൻ ദ സെൻസ് ലൈക്ക് നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്യാഷ്യസ് എലമെന്റ്സിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഗ്യാഷ്യസ് എലമെന്റ്സിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ അതേ സമയത്ത് ഗ്യാഷ്യസ് എലമെന്റ്സിനെ മാത്രമാണ് എയറിൽ കാണാൻ പറ്റുക, ലൈക്ക് ലിക്വിഡ് ആൻഡ് സോളിഡ് എലമെന്റ്സിനെ കാണാൻ പറ്റും. ഡസ്റ്റ് അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? യാ, എക്സാക്ട്ലി. അതായത് സോളിഡ് എലമെന്റ്സ് ആയിട്ട് ഡസ്റ്റ്, ഓക്കെ, ദെൻ ഈവൻ ലൈക്ക് ബ്രൗൺ കാർബൺ, ബ്ലാക്ക് കാർബൺ, ഇങ്ങനെ ഒരുപാട് സോളിഡ് പാർട്ടിക്കിൾസും വരുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് കാർബൺസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ ഈ കരിയുടെ ഒക്കെ ലൈക്ക് ചെറിയ അവശിഷ്ടം,
ലൈക്ക് അതുപോലെ തന്നെ ബ്രൗൺ കാർബൺ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പെട്രോളിയത്തിന്റെ ഒക്കെ ലൈക്ക് കത്താത്ത പെട്രോളിയത്തിന്റെ ഒക്കെ അംശം ഉണ്ടായിരിക്കും. കത്തുന്ന പെട്രോളിയം എക്സോസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടായിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്കറിയാം പെട്രോൾ എന്ന് പറയുന്നത് ഇവാപറേറ്റ് ചെയ്ത് പോകുന്ന ഒരു സാധനമാണ്. അപ്പം ഡെഫിനറ്റ്ലി 100% കത്താതെ അതിന്റെ ചെറിയ അംശമൊക്കെ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, എയറിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഡെഫിനറ്റ്ലി പൊടിപടലങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും ഒരു ലോങ് ലാസ്റ്റിംഗ് അല്ലെങ്കിൽ പെർമനന്റ്ലി നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, സെറ്റിൽ ആവും. ഓക്കെ, സെറ്റിൽ ആവും. ഡസ്റ്റ് ഒക്കെ സം എക്സ്റ്റെൻഡ് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഒരു സ്റ്റിയറിംഗ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിന് അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ തിരിച്ചു വിടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, പതുക്കെ അന്തരീക്ഷത്തിൽ നിന്ന് ഭൂമിയുടെ സർഫസിലേക്ക് അത് സെറ്റിൽ ആവും. പക്ഷേ ഈ പറഞ്ഞ കമ്പോണൻസ് ഒക്കെ പെർമനന്റ് ആണ്. ഓക്സിജൻ ഒക്കെ അങ്ങോട്ടേക്ക് റിലീസ് ആയി കഴിഞ്ഞാൽ പിന്നീട് അതിനെ നമ്മൾ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റി അങ്ങനെ മാറുക എന്നല്ലാതെ ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങനെ നടക്കുന്നതാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും ഇതൊക്കെ. ബട്ട് ഈ സാധനം സെറ്റിൽ ആവാനുള്ള കാരണം എന്താണ്? ദിസ് ഈസ് ഹാവിങ് ഡെൻസിറ്റി. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരം കൂടുതലാണ്. ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഭാരം എന്നുള്ള അർത്ഥത്തിലല്ല. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നാണ്. ഓക്കെ, സോ ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു മാസ് ഇഫ് ദ വോളിയം ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. അപ്പൊ അതുകൊണ്ടാണ് ഡെൻസിറ്റിനെ ഞാൻ കറന്റ് ഈക്വലന്റ് ടു മാസ് ആക്കിയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഡെൻസിറ്റി ഈസ് നോട്ട് ഈക്വൽ ടു മാസ്, ഐ എം ടേക്കിംഗ് ഡെൻസിറ്റി ഈക്വലന്റ് ടു മാസ്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് മാസ് കൂടിയ സബ്സ്റ്റൻസസ് ഒക്കെ എന്ത് ചെയ്യും, സെറ്റിൽ ചെയ്യും. ഓക്കെ, അങ്ങനെ എർത്തിന്റെ സർഫസിലേക്ക് അതൊക്കെ എന്ത് ചെയ്യും, സെറ്റിൽ ആയിട്ട് അവിടെ അങ്ങനെ കിടക്കുന്നതായിരിക്കും. ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. ഇനി അടുത്തത്, ഇതല്ലാതെ ലിക്വിഡ് സബ്സ്റ്റൻസസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ലിക്വിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മളൊക്കെ തുണി അലക്കാനിടുന്നു, ആ തുണിയിൽ നിന്നുള്ള ഇവാപറേറ്റ് ആയിട്ട് പോകുന്ന വാട്ടർ വേപ്പർ അത് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ തണുത്ത ലൈക്ക് ഒരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ സമയത്ത് ആ ഗ്ലാസിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വാട്ടറിന്റെ മോളിക്യൂൾസ് അല്ലെങ്കിൽ വാട്ടർ വേപ്പേഴ്സ്. നമ്മൾ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഡ്രസ്സുകളൊക്കെ നമ്മൾ ഉണക്കാൻ ഇടുന്ന സമയത്ത് അതൊന്നൊക്കെ ഇവാപറേറ്റ് ചെയ്ത് പോകുന്ന വെള്ളം അത് അറ്റ്മോസ്ഫിയറിലേക്കാണ് പോകുന്നത്. ഇപ്പൊ അറ്റ്മോസ്ഫിയർ കൂൾ ഡൗൺ ആവുന്ന സമയത്ത് അതെന്ത് ചെയ്യും, കണ്ടൻസ് ആയിട്ട് വീണ്ടും നമ്മുടെ എർത്തിന്റെ സർഫസിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും. അപ്പം ഇത്തരത്തില് ഗ്യാഷ്യസ് രൂപത്തിലായാലും സോളിഡ് രൂപത്തിലായാലും അതുപോലെ തന്നെ ലിക്വിഡ് ഫോമിലൊക്കെ എന്തുണ്ട്, നമ്മുടെ എയറിൽ ഡിഫറെന്റ് കമ്പോണൻസ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിപ്പോ ഗ്യാഷ്യസ് ഫോമിലായാലും ലിക്വിഡ് ഫോമിലായാലും അതുപോലെ തന്നെ സോളിഡ് ഫോമിലും നമ്മുടെ എർത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പോണൻസ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഇനി നമ്മുടെ എർത്തിലെ ഏറ്റവും ഇപ്പൊ ഗ്യാഷ്യസ് കമ്പോണൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാഷ്യസ് കമ്പോണന്റ് ഏതാണ്? നൈട്രജൻ. യെസ്, എക്സാക്ട്ലി. ഏറ്റവും കൂടുതൽ വരുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്, വിച്ച് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് 78%ഓളം, ലൈക്ക് ഓൾമോസ്റ്റ് മോർ ദാൻ 70% വരുന്നത് നൈട്രജൻ തന്നെയാണ്. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാണ്? ഓക്സിജൻ. യെസ്, ഓക്സിജൻ ആണ്, വിച്ച് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് 21%ഓളം എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജനും വരുന്നുണ്ട്. ബാക്കിയാണ് ബാക്കി നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ എലമെന്റ്സും എല്ലാ മൂലകങ്ങളും ബാക്കി എല്ലാം കൂടെ വരുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് 1 to 2% മാത്രമാണ്. ഓക്കെ, സോ ദിസ് ടു ഓൾമോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് 98 to 99% ഓഫ് ദി അറ്റ്മോസ്ഫിയറിക് കമ്പോണൻസ് എന്ന് പറയുന്നത് നൈട്രജൻ ആൻഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. നമ്മുടെ എർത്തില് ലൈക്ക് ലിവിങ് അല്ലെങ്കിൽ ലൈക്ക് ലൈഫ് സാധ്യമാക്കുന്ന ഒരു മേജർ കമ്പോണന്റ് നൈട്രജൻ ആണ് എന്നുള്ളത് നമുക്ക് പറയാം. കാരണം നൈട്രജൻ എന്ന് പറയുന്നതിന് നമ്മൾ പീരിയോഡിക് ടേബിളിൽ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് ബീങ് കൺസിഡേർഡ് ആസ് എൻ ഇനേർട്ട് ഗ്യാസ്. ഓക്കെ, ഒരു ട്രിപ്പിൾ ബോണ്ടോട് കൂടിയിട്ടുള്ള ഒരു ഇനേർട്ട് ഗ്യാസ് ആയിട്ടാണ് നമ്മൾ നൈട്രജനെ കൺസിഡർ ചെയ്യാറുള്ളത്. മേജർലി ഒന്നുമായിട്ട് നൈട്രജൻ എന്ത് ചെയ്യാറില്ല, നോർമൽ കണ്ടീഷൻസിൽ റിയാക്ട് ചെയ്യാറില്ല. ഓക്കെ, സോ അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇനേർട്ട് ഗ്യാസ് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ എർത്തിൽ ഇത്രത്തോളം സുഗമമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പിന്നെ വരുന്ന ഓക്സിജൻ എന്ന് പറയുന്ന ഈ ഒരു കമ്പോണന്റ്, സോ ഡെഫിനറ്റ്ലി നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും റെസ്പിറേഷൻ. ഓക്കെ, റെസ്പിറേഷൻ അതുപോലെ തന്നെ ലൈക്ക് ത്രൂ ദ റെസ്പിറേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ റെസ്പിറേഷനും അതുപോലെ തന്നെ എനർജി, ഇതിന് രണ്ടിനും ബേസിക് ആയിട്ട് നിലനിൽക്കുന്നത് ഈ പറയുന്ന ഓക്സിജൻ ആണ്. അപ്പോൾ അത് എന്താണ്, ഇറ്റ്സ് ഓൾസോ എ മേജർ കമ്പോണന്റ് ഓഫ് അവർ അറ്റ്മോസ്ഫിയർ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ചേരുന്ന സമയത്താണ് നമ്മുടെ എർത്തിലെ ലിവിങ് അല്ലെങ്കിൽ ലൈഫ് സാധ്യമാകുന്നത്. അപ്പം എർത്തിന്റെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എയറിന്റെ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ട് യു ഷുഡ് ബി വെരി മച്ച് അണ്ടർസ്റ്റുഡ്. ഓക്കെ, ദെൻ അത് നിങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കണം. ദെൻ എർത്തിന്റെ കമ്പോണൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എയറിന്റെ കമ്പോണൻസിനെ കുറിച്ചിട്ട് നമ്മൾ ഇനി മനസ്സിലാക്കി. ഇനി നമ്മൾ പോകുന്നത് അറ്റ്മോസ്ഫിയറിലേക്കാണ്. ഓക്കെ, അറ്റ്മോസ്ഫിയർ.
അപ്പം അറ്റ്മോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എർത്തിന്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഭാഗം, ടു ദ ഇൻഫിനിറ്റ് അങ്ങനെ നമുക്ക് പറയാം. സോ ഇതെല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷേ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഡെൻസിറ്റി കൂടിയ ഡെൻസിറ്റി കൂടിയ അല്ലെങ്കിൽ മാസ് കൂടിയ സബ്സ്റ്റൻസസ് ഒക്കെ എന്ത് ചെയ്യും, സെറ്റിൽ ആവും എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് കൂടിയ അല്ലെങ്കിൽ ഭാരം കൂടിയ, ഇപ്പൊ ലൈക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആയിക്കോട്ടെ, വേപ്പർ ആയിക്കോട്ടെ, വാട്ടർ വേപ്പർ ആയിക്കോട്ടെ, ഇനി അതെങ്കിലും ലൈക്ക് ഭാരം കൂടിയിട്ടുള്ള എലമെന്റ്സ്, ഇപ്പൊ ലൈക്ക് നൈട്രജൻ എന്ന് പറയുന്നത് ഭാരം കൂടിയ ഒരു എലമെന്റ് ആണ് കമ്പയർഡ് ടു ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹീലിയം. ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭാരം കൂടിയിട്ടുള്ള ഒരു എലമെന്റ് ആണ് നൈട്രജൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അറ്റ്മോസ്ഫിയറിലെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത് ഏറ്റവും താഴെ ഉണ്ടാവുന്നത് നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ഇതൊക്കെ ആയിരിക്കും. ഇതിന് മുകളിലായിരിക്കും ഹൈഡ്രജൻ, ഹീലിയം ഇത്തരത്തിലുള്ള ഗ്യാസസ് ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇതിൽ ഒരു ലോവർ ലെവലിലേക്ക് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാ എലമെന്റ്സും മിക്സഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഓക്കെ, ബിക്കോസ് ഓഫ് ദ വിൻഡ് അങ്ങനത്തെ പല റീസൺ കൊണ്ട് ഇതെല്ലാം മിക്സഡ് ആയിട്ട് അങ്ങനെയായിരിക്കും നിൽക്കുന്നത്, അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ ഒക്കെ കാരണം. അപ്പം എനിവേ യു ജസ്റ്റ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഏറ്റവും ഡെൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഭാരം കൂടിയ കാര്യങ്ങളൊക്കെ ഏറ്റവും താഴെയായിരിക്കും അറ്റ്മോസ്ഫിയറിന്റെ നിൽക്കുന്നത് എന്നുള്ളത്. സോ അറ്റ്മോസ്ഫിയറിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ആ ഒരു ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം ഏറ്റവും താഴെ വരുന്ന അറ്റ്മോസ്ഫിയറിന്റെ ഭാഗത്തിനെയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് മുകളിലേക്ക് കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ദെൻ അതിന് മുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിനെ മെസോസ്ഫിയർ എന്ന് പറയും. ഓക്കെ, അതിനുശേഷം വരുന്ന ഭാഗത്തിനെ തെർമോസ്ഫിയർ, ദെൻ കംസ് ലൈക്ക് എക്സോസ്ഫിയർ അല്ലെങ്കിൽ അയനോസ്ഫിയർ. ഇങ്ങനത്തെ ഏരിയ ഒക്കെ അതിനുശേഷമാണ് വരുന്നത്. അപ്പം ഈ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഏറ്റവും താഴെ വരുന്ന ഭാഗമാണ് തെർമോസ്ഫിയർ, അതിന് മുകളിലേക്ക് വരുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ, അതിന് മുകളിൽ വരുന്നത് മെസോസ്ഫിയർ, ദെൻ ഇവിടെ ട്രോപ്പോസ്ഫിയർ, ഇവിടെ തെർമോസ്ഫിയർ ആൻഡ് ഫൈനലി എക്സോസ്ഫിയർ. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ നമ്മൾ ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലൈക്ക് ട്രോപ്പോസ്ഫിയർ എന്ന് നമ്മൾ പറഞ്ഞു. ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പോഴത്തെ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും താഴെ നിൽക്കുന്ന ഭാഗമാണ്, എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും താഴെ നിൽക്കുന്ന ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഈ പറയുന്ന ഓക്സിജൻ കമ്പോണൻസ്, വാട്ടർ വേപ്പർ ഇങ്ങനെ എല്ലാം നിൽക്കുന്നതും ഈ പറയുന്ന ട്രോപ്പോസ്ഫിയറിൽ തന്നെയായിരിക്കും. പിന്നെ ഈ ട്രോപ്പോസ്ഫിയറിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മൾ നോർമലി കാണുന്ന എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന വെതർ, ക്ലൈമറ്റ്, നമ്മൾ അനുഭവിക്കുന്ന വെതർ, ക്ലൈമറ്റ് ഇങ്ങനത്തെ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ നടക്കുന്നതും നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ വളരെ ടർബുലന്റ് ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ കൊടുങ്കാറ്റുണ്ടായിരിക്കും, ചില സമയത്ത് ശാന്തമായിരിക്കും, ചില സമയത്ത് ലൈക്ക് നല്ല വെയിലായിരിക്കും, ചില സമയത്ത് നല്ല മഴയായിരിക്കും, ഇടി ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വെതർ ആൻഡ് ക്ലൈമാറ്റിക് ഈവൻസ് നടക്കുന്നത് കൊണ്ട് ഈ ട്രോപ്പോസ്ഫിയറിനെ നമുക്കൊരു ടർബുലന്റ് ഏരിയ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം മേഘങ്ങളൊക്കെ മോസ്റ്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നതും ഈ പറയുന്ന ഒരു ട്രോപ്പോസ്ഫിയറിലാണ്. എന്നാൽ അതിന് മുകളിലേക്ക് സ്ട്രാറ്റോസ്ഫിയറിലേക്കൊക്കെ മേഘങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് മോസ്റ്റ് ഓഫ് ദി ക്ലൗഡ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ലൗഡ്സ് ഓക്യുപ്പൈ ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് എന്നുള്ള അർത്ഥത്തിലാണ്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ദെൻ ട്രോപ്പോസ്ഫിയറിന് മുകളിലേക്ക് വരുന്ന ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ ഡെൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് നടക്കുന്നത്, ക്ലൈമാറ്റിക് ഈവൻസ്, ടർബുലന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ട്രോപ്പോസ്ഫിയറിൽ നടക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന രൂപത്തിലുള്ള വേപ്പർ കണ്ടന്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റിന്റെ കണ്ടന്റുകളൊക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാം ആയിട്ടുള്ള ഏരിയയാണ്. കാരണം ഈ സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴെയാണ് മേഘങ്ങളൊക്കെ കാണുന്നത്. അറൗണ്ട് ഈ ഒരു ഏരിയയിലായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള മേഘങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ ഇവിടെ ആയിരിക്കും മേഘങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ മേഘങ്ങൾക്ക് മുകളിലേക്ക് വരുന്ന ഒരു ഏരിയയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഈവൻ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വരുന്ന മേഘങ്ങളൊക്കെ വളരെ നേർത്ത മേഘങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയനെ പൊതുവെ കാം ബെൽറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ഒരു കാം ബെൽറ്റ് ആവുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ എയറോപ്ലെയിൻസ്, ഫ്ലൈറ്റ്സ്, സോ ഈ ഫ്ലൈറ്റ്സിനൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു ടർബുലന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലൂടെ ഫ്ലൈറ്റ്സ് എന്ത് ചെയ്യില്ല, ഫ്ലൈ ചെയ്യില്ല. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഫ്ലൈറ്റ്സ് ഒക്കെ ഫ്ലൈ ചെയ്യുന്ന ഒരു ലൈക്ക് വളരെ കാം ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയാം. സോ ഫ്ലൈറ്റ്സ് ഒക്കെ ഫ്ലൈ ചെയ്യുന്ന വളരെ കാം ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, കമ്പാരിറ്റീവ്ലി കാം ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്.
ദെൻ സ്ട്രാറ്റോസ്ഫിയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് ഉണ്ട്. ആ കമ്പോണന്റ് ആണ് O3. ഓക്കെ, O3 എന്ന് പറയുന്നത് എന്താണ്? Ozone. യെസ്, എക്സാക്ട്ലി, ദിസ് ഇസ് ദി ഓസോൺ അല്ലെങ്കിൽ ഓസോൺ ലെയർ. അപ്പം ഈ ഓസോൺ ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നതും സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പം ഈ ഓസോൺ ലെയർ ആണ് നമ്മുടെ എർത്തിലേക്ക് വരുന്ന അൾട്രാ വയലറ്റ് റേസിനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്ത് നമുക്ക് എർത്തില് താമസിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, സോ ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് പഠിക്കും. ഹൗ ദിസ് O3 ഈസ് ബീങ് സ്പ്ലിറ്റ്. ഓക്കെ, അൾട്രാ വയലറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് O3 എങ്ങനെയാണ് സ്പ്ലിറ്റ് ആവുന്നത്, അങ്ങനത്തെ അതിന്റെ കെമിക്കൽ റിയാക്ഷൻ കാര്യമൊക്കെ നിങ്ങൾ കുറച്ചും കൂടെ ജോഗ്രഫി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് പഠിക്കും. ബട്ട് ഇവിടെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഓസോൺ ലെയർ എന്ന് പറയുന്ന ഒരു പാളി, ഒരു ലെയർ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഓസോൺ ലെയർ. ലൈക്ക് നമ്മൾ അത് എന്ത് ചെയ്യാറുണ്ട്, ഓസോൺ ലെയറിനെ ആഘോഷിക്കാറൊക്കെ ഉണ്ട്. ഓക്കെ, ഓസോൺ ലെയർ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിലുണ്ടാവുന്ന വിള്ളല്, അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഈ ഒരു ഓസോൺ പാളിയിൽ ഉണ്ടാവുന്ന വിള്ളല് അത് നികത്തുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തിട്ടുള്ള ഒരു മേജർ ഇനീഷ്യേറ്റീവ് ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോണുമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരു മേജർ ഇനീഷ്യേറ്റീവ് ആണ്. സോ ദാറ്റ്സ് ആൾസോ ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ നമ്മൾ കാണുന്നത്. ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ കാണുന്നത് എന്നുള്ളത്. ഓക്കെ, ദെൻ അതിന് മുകളിലേക്ക് വരുന്ന സമയത്താണ് മെസോസ്ഫിയർ വരുന്നത്. സോ ഈ ഒരു മെസോസ്ഫിയറിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പൊതുവെ ടെമ്പറേച്ചർ കുറവായിരിക്കും. പക്ഷെ മെസോസ്ഫിയറിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഈ പറയുന്ന സ്ട്രാറ്റോസ്ഫിയറിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും. ഓക്കെ, സോ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ടെമ്പറേച്ചർ പൊതുവെ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണുക. ഈവൻ നമ്മുടെ ട്രോപ്പോസ്ഫിയറിലും നമുക്കറിയാം ഹൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഹിമാലയത്തിന്റെ മുകളിലൊക്കെ എത്തുമ്പോൾ തണുപ്പാണ്. സോ സ്ട്രാറ്റോസ്ഫിയറിലും ടു സം എക്സ്റ്റെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അത് കുറയുന്നുണ്ട്. ലൈക്ക് സ്ട്രാറ്റോസ്ഫിയറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രാറ്റോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കോസ് O3 എന്ത് ചെയ്യുന്നുണ്ട്, അൾട്രാ വയലറ്റ് റേസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ വെച്ചിട്ട് അതുകൊണ്ട് ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. മെസോസ്ഫിയറിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും ആ ടെമ്പറേച്ചർ ഡിക്ലൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ദെൻ മെസോസ്ഫിയറിന്റെ സം ഓഫ് ദ ഫീച്ചേഴ്സിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ എർത്തിലേക്കൊക്കെ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഉൽക്കകൾ, ഓക്കെ, ഉൽക്കകൾ, മെറ്റീരിയറൈസ്, ഓക്കെ, മെറ്റീരിയറൈറ്റ്സ്. ഈ മെറ്റീരിയറൈറ്റ്സ് ഒക്കെ കത്തിപ്പോകുന്ന അല്ലെങ്കിൽ അത് കത്തി നശിച്ചു പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു മെസോസ്ഫിയർ ആണ്. ഓക്കെ, അതിന് മുകളിലുള്ള അയോണോസ്ഫിയറിലും തെർമോസ്ഫിയറിലൊക്കെ വെച്ചിട്ട് അത് കത്തുന്നുണ്ടായിരിക്കും. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഒന്ന് ലൈക്ക് മോസ്റ്റ് ഓഫ് ദി മെറ്റീരിയലൈറ്റ്സ് നശിച്ചു പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മെസോസ്ഫിയർ ആണ്. എന്നാൽ മെസോസ്ഫിയറിൽ നശിക്കാത്ത ചില ഉൽക്കകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ എർത്തിന്റെ സർഫസിൽ വന്നിട്ട് ഹിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ആസ്ട്രോയിഡ്സ്. ഇത്തരം ആസ്ട്രോയിഡ്സ് എന്ത് ചെയ്യാറുണ്ട്, ദാറ്റ് വിൽ ലീഡ് ടു ദി എക്സ്റ്റിങ്ഷൻ. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ എക്സ്റ്റിങ്ഷന് തന്നെ എന്ത് ചെയ്യാറുണ്ട്, കാരണമായിട്ട് മാറാറുണ്ട്. സോ ഇങ്ങനത്തെ ആസ്ട്രോയിഡ്സും ഇതിന്റെ എക്സ്റ്റിങ്ഷനെ ഒക്കെ കുറിച്ചിട്ട് UPSC 2024 ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2024 എക്സ്റ്റിങ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് UPSC ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ആസ്ട്രോയിഡ്സ്, ഹൗ റിയൽ ഇസ് ദ ത്രെറ്റ് ഓഫ് ദം കേസിംഗ് എക്സ്റ്റിങ്ഷൻ ഓഫ് ലൈഫ്, വാട്ട് സ്ട്രാറ്റജീസ് ഹാവ് ബീൻ ഡെവലപ്ഡ് ടു പ്രിവെന്റ് സച്ച് കാറ്റസ്ട്രോഫ്. അപ്പം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആസ്ട്രോയിഡ്സ് എന്താണെന്നുള്ളത് എഴുതണം, അത് കാരണം ഉണ്ടാകുന്ന ത്രെട്ട് എന്താണെന്നുള്ളത് എഴുതണം, അത്തരം ത്രെട്ടിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും കൂടെ എഴുതണം. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ആദ്യത്തെ 2 പാർട്ടും വലിയ കുഴപ്പമുണ്ടാവില്ല. ബട്ട് തേർഡ് പാർട്ട് അത് കുറെ കൂടെ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആ രൂപത്തിൽ UPSC എന്ത് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് ആസ്ട്രോയിഡ്സ് എന്താണ് എന്നുള്ള രൂപത്തിൽ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം ആ ആസ്ട്രോയിഡ്സ് ഒക്കെ കത്തി നശിച്ചു പോകുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന മെസോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി അതിന് മുകളിലേക്ക് വരുന്ന ഒരു ഏരിയയാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ തെർമോസ്ഫിയറിലും കമ്പാരിറ്റീവ്ലി ഹയർ ടെമ്പറേച്ചർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഈ ഒരു ഏരിയയിലേക്കൊക്കെ എത്തുന്നതോട് കൂടിയിട്ട് പിന്നെ സൂര്യരശ്മികളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭാഗത്തിന് ചൂടാക്കുന്നത്. ബട്ട് നോർമലി നമ്മുടെ എർത്ത് എങ്ങനെയാണ് ചൂട് പിടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പം സൂര്യനിൽ നിന്നുള്ള റേസ് അല്ലെങ്കിൽ ചൂട് നമ്മുടെ എർത്തിലേക്ക് വരും. ആ വരുന്ന രശ്മികളെ അല്ലെങ്കിൽ ആ വരുന്ന റേഡിയേഷനെ നമ്മുടെ എർത്ത് അല്ലെങ്കിൽ ഈ ഒരു ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുന്ന ഷോർട്ട് വേവ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്തിട്ട് അതിനെ ലോങ് വേവ് റേഡിയേഷൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ എർത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സർഫസ് പുറത്തേക്ക് വിടും.
ഈ ലോങ് വേവ് റേഡിയേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ചൂട് പിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചൂടിന് കാരണമായിട്ട് മാറുന്നത്. അപ്പൊ സൂര്യനിൽ നിന്നുള്ള ഇൻകമിങ് റേഡിയേഷൻസിനേക്കാൾ കൂടുതലായിട്ട് ഈ നമ്മുടെ എർത്തിന്റെ സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇത്തരം റേഡിയേഷൻസ്, ദിസ് ലോങ് വേവ് റേഡിയേഷൻസ് ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിന് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഹോട്ട്നെസ്, ഓക്കെ, ആ ഒരു താപത്തിന് അല്ലെങ്കിൽ ചൂടിന് ഒക്കെ കാരണമായിട്ട് നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ടെറസ്ട്രിയൽ റേഡിയേഷൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഹിമാലയത്തിന്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും, ഈ ഹിമാലയത്തിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് അതല്ലേ സൂര്യനോട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്ന ഭാഗം, അതുകൊണ്ട് അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് കുറെ കൂടെ ചൂടല്ലേ വേണ്ടത് എന്നുള്ളത്. അപ്പം ഒബ്വിയസ്ലി എർത്തിന്റെ സർഫസിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരവും ഹിമാലയത്തിന്റെ മുകളിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരവും നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു മൈന്യൂട്ട് ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഈവൻ ദോ ഇതൊരു 8 കിലോമീറ്ററിന് മുകളിലെ ദൂരം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ലൈക്ക് കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ടു ദ സൺ അത് വളരെ കുറവാണ്. ഓക്കെ, ഇത് വളരെ കുറവാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഹിമാലയത്തിന്റെ മുകളിലേക്ക് കയറുന്നതിനനുസരിച്ച് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യന്റെ ഇൻകമിങ് റേഡിയേഷൻസിനേക്കാൾ കൂടുതൽ നമ്മുടെ ടെറസ്ട്രിയൽ റേഡിയേഷൻസ് കാരണമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ ചൂടാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സർഫസിന്റെ താഴെ അല്ലെങ്കിൽ സർഫസിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിലായിരിക്കും കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാവുക. ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഓരോ കിലോമീറ്ററും നമ്മൾ കയറുന്നതിനനുസരിച്ചിട്ട് 6 ഡിഗ്രി സെൽഷ്യസ്, ഏകദേശം 6 ഡിഗ്രി സെൽഷ്യസോളം എന്ത് ചെയ്യുന്നതായിരിക്കും, കുറയുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ വയനാട്ടിലേക്ക് പോവാണ്, ഓൾമോസ്റ്റ് 2 കിലോമീറ്റർ നിങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് സീ ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയി എന്ന് വിചാരിക്കാം. അപ്പൊ തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു 10 മുതൽ 12 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞതായിട്ട് തോന്നും. അവിടേക്ക് എത്തുന്ന സമയത്ത് കുറെ കൂടെ കൂൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു എൻവറോൺമെന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതിന്റെ റീസൺ ഇതാണ്, ഓരോ കിലോമീറ്റർ നിങ്ങൾ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള ടെമ്പറേച്ചർ നിങ്ങൾക്ക് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ആ സർ, ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ പറയുന്ന പോലെ സണ്ണിന്റെ റേഡിയേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എർത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തില് സണ്ണിന്റെ റേഡിയേഷൻസ് എർത്തിലേക്ക് എത്തുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻസൊലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻകമിങ് സോളാർ റേഡിയേഷൻ. ഓക്കെ, അതാണ് ഇൻകമിങ് സോളാർ റേഡിയേഷൻ. ഓക്കെ, ഇൻസൊലേഷൻ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം ജസ്റ്റ് അതിനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇൻസുലേഷൻസ് വരുന്നുണ്ട്. ഈ സോളാർ ഇൻസുലേഷൻ ലൈക്ക് അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് വിടുന്ന ടെറസ്ട്രിയൽ റേഡിയേഷൻ ഉണ്ട്. ദിസ് ഈസ് ക്രിയേറ്റിംഗ് ദ ഹീറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി ഇത്തരത്തില് സ്വാഭാവികമായിട്ടും നമ്മുടെ എർത്തിന്റെ സർഫസിൽ നിന്ന് ഇത്തരത്തിലുള്ള റേഡിയേഷൻസിന് ഹീറ്റ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഓരോ കിലോമീറ്ററിലും -6 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറയും, ഒരു 6 ഡിഗ്രി സെൽഷ്യസ് കുറയും. അപ്പം ഒരു ടു സം എക്സ്റ്റെന്റ് ആകുമ്പോഴേക്കും അത് എന്തായാലും 0 ആവും. അപ്പം ഹിമാലയത്തിന്റെ മുകളിലേക്കൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ മൈനസ് ആണ്. അപ്പം ഈ ഒരു ലെയറിന് മുകളിലേക്ക് പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത്, അതായത് ഇപ്പൊ തെർമോസ്ഫിയർ അല്ലെങ്കിൽ അയണോസ്ഫിയർ, എക്സോസ്ഫിയർ, ഈ ഒരു ഏരിയയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഇവിടെ പിന്നെ ചൂട് നൽകുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ സൺ തന്നെയാണ്. ഈ സൂര്യനിൽ നിന്നുള്ള രശ്മികൾ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ചൂട് നൽകുന്നത്. അതുകൊണ്ട് ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ടെമ്പറേച്ചർ വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം, അതിന് വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അപ്പം അറ്റ്മോസ്ഫിയറിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ലെയേഴ്സിനെ കുറിച്ചിട്ടും അവിടുത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി പഠിച്ചു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ ഡിവിഷനായിട്ട് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമായിരുന്നു എന്തെന്ന് പറയുന്നത്, നമ്മുടെ എർത്തിന്റെ സർഫസിൽ നിന്നുള്ള റേഡിയേഷൻ കാരണമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ ചൂടാകുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്. ഓക്കെ, സോ ഇത്തരത്തില് നമ്മുടെ എർത്തിൽ നിന്നുള്ള ഇത്തരം റേഡിയേഷൻസ് അറ്റ്മോസ്ഫിയറിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് പോകണം. ഇങ്ങനെ ഈ റേഡിയേഷൻ എസ്കേപ്പ് ആയി പോവാതെ അത് വീണ്ടും എർത്തിലേക്ക് തന്നെ തിരിച്ചു വരിക എന്ന് വിചാരിക്കും. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചർ കൂടാൻ കാരണമാവും. ഓക്കെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും. അപ്പൊ എന്തുകൊണ്ട് ഇത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് താഴത്തേക്ക് തന്നെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിനെ റിഫ്ലക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പം അവരൊരു കണ്ണാടി പോലെ ഇവിടെ ആക്ട് ചെയ്യും. ഓക്കെ, സോ ചില ഗ്യാസസ്, ചില സബ്സ്റ്റൻസസ് ഇങ്ങനെ പോകുന്ന ഈ റേഡിയേഷൻസിനെ തിരിച്ച് നമ്മുടെ എർത്തിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും, റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. അത്തരത്തിലുള്ള ഗ്യാസസിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്,
ഓക്കെ, മീഥെയിൻ വരുന്നുണ്ട്, അതായത് CH4 വരുന്നുണ്ട്, ദെൻ ലൈക്ക് NO2 വരുന്നുണ്ട്. ഇതൊക്കെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലൈക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒരു കണ്ണാടി പോലെ ഇവിടെ ആക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ തിരിച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ തിരിച്ചയക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഗ്ലോബൽ ഹൗസ് വാർമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോബൽ ഹൗസ് വാർമിംഗ് എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് ഇതിനെ ഗ്ലോബൽ ഹൗസ് വാർമിംഗ് എന്ന് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹൗസ് വാർമിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് നമ്മുടെ ശീത രാജ്യങ്ങളിൽ, അതായത് തണുപ്പുള്ള രാജ്യങ്ങളിൽ കൃഷി ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ ഒരു ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള മിറേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ണാടികൾ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്തരം കണ്ണാടികൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന ലോങ് വേവ് റേഡിയേഷൻസിനെ വീണ്ടും എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് തന്നെ അയക്കും. അപ്പം ഒരു കൃഷിയുടെ ഉണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് ഇത്തരത്തിലുള്ള കണ്ണാടികൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിറേഴ്സ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇൻകമിങ് സോളാർ റേഡിയേഷൻസ് വരും, ലോ വേവ്സ് ആയതുകൊണ്ട്. ഓക്കെ, ലോ റേഞ്ച് വേവ്സ് ആയതുകൊണ്ട്. ബട്ട് ഇതിന് വേവ് ലെങ്ത് കൂടിയത് കൊണ്ട്, ഓക്കെ, ലോങ് വേവ് ലെങ്ത് ആയതുകൊണ്ട് ഇതിന് എസ്കേപ്പ് ആകാൻ പറ്റില്ല. ഇത് വീണ്ടും ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ എന്ത് ചെയ്യും? ഇങ്ങനെ റിഫ്ലക്റ്റ് ആയി വന്നുകൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചൂട് കൂടും. അപ്പം തണുപ്പ് രാജ്യങ്ങളിലും ടെമ്പറേച്ചർ കൂട്ടിയിട്ട് അവിടെയൊക്കെ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതേ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് അല്ലെങ്കിൽ സെയിം മെത്തേഡ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മുടെ എൻവറോൺമെന്റിൽ അടിഞ്ഞു കൂടുന്ന സമയത്ത് സംഭവിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഐഡിയ ക്ലിയർ ആണോ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ? ഓക്കെ, ഇത്തരത്തില് ഗ്രീൻ ഹൗസ് ഗ്യാസസും ഗ്ലോബൽ വാർമിങ്ങും ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസും ഗ്ലോബൽ വാർമിങ്ങും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളൊക്കെ എർത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെ പറ്റില്ല. കാരണം അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മിനിമം ടെമ്പറേച്ചർ നമുക്കുള്ളത്. അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വരാതെ അത് കംപ്ലീറ്റ്ലി നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് ലോസ് ആയി പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഔട്ടർ സ്പേസിലേക്ക് ലോസ് ആയി പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി ലൈക്ക് വെരി ലോ, അത് വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വളരെ കുറഞ്ഞ ടെമ്പറേച്ചർ ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കിവിടെ ജീവിക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ ആയിട്ട് മാറും. ഓക്കെ, സോ അതുകൊണ്ട് ഇതും കൂടെ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് നമുക്ക് വേണം, പക്ഷെ അത് എക്സസ് ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എസ്കേപ്പ് ആയിട്ട് പോകുന്ന ഈ രശ്മികളെ മുഴുവൻ എന്ത് ചെയ്യും? ഇതിവിടെ ട്രാപ്പ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ തിരിച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ ട്രാപ്പ് ചെയ്ത് വരും. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ടെമ്പറേച്ചർ വളരെയധികം കൂടും. ദിസ് ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ് ടു വെരി ഹൈ. അപ്പം ഇങ്ങനെ ഒരു വലിയ ടെമ്പറേച്ചർ ഹൈക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെയുള്ള ചൂട് അല്ലെങ്കിൽ ഹീറ്റ് ഓർ ഹോട്ട്നെസ് എന്ത് ചെയ്യും? കൂടുന്നതായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഒരു സർഫസില് ജീവജാലങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിനാരിയോ ആയിട്ട് അതും മാറും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഗ്ലോബൽ ഗ്രീൻ ഹൗസ് ഗ്യാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓർത്തു വെക്കണം. ഇനി നമ്മുടെ എർത്തിന്റെ സർഫസിൽ എയർ ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, ലൈക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എയർ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, ഒരു വലിയ ലേക്കാണ്, ഒരു വലിയ തടാകമുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡെസേർട്ട് ആണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതൊരു ഒരു ഐസ്ലാൻഡ് ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒക്കെ മുകളിൽ എന്തുണ്ടായിരിക്കും? എയർ ഉണ്ടായിരിക്കും. ഇവിടെയും എയർ ഉണ്ട്, ഇവിടെയും എയർ ഉണ്ട്, ഇവിടെയും എയർ ഉണ്ട്. ഓക്കെ, സോ ഇതിൽ ഏറ്റവും ചൂടുള്ള എയർ ഏതിന് മുകളിലായിരിക്കും? ഡെസേർട്ട് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ആയിരിക്കും ഹയസ്റ്റ് ടെമ്പറേച്ചർ വരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ എവിടെ ആയിരിക്കും? ലേക്ക് ആയിരിക്കും. ഓക്കെ, ദെൻ ഫൈനലി കംസ് ദിസ് ഐസ്. ഇവിടെ എത്തുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ടൈം തണുപ്പായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർ അല്ലെങ്കിൽ ഈ ഒരു എയർ മാസ് നിൽക്കുന്ന ആ എയർ മാസിന്റെ ടെമ്പറേച്ചർ, അതിന്റെ പ്രഷർ ഒക്കെ അത് ഏത് പ്രദേശത്തിന് മുകളിലാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഡെസേർട്ട് ഏരിയ ആവുന്ന സമയത്ത് ഇവിടുന്ന് ഒരുപാട് ഇൻസ്റ്റലേഷൻസ് ലൈക്ക് ടെറസ്ട്രിയൽ റേഡിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, എർത്തിന്റെ അറ്റ്മോസ്ഫിയർ വളരെ ചൂടാണ്. അപ്പൊ ചൂടായതുകൊണ്ട് തന്നെ ഒരുപാട് ചൂടായിട്ടുള്ള റേസ് ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും അറ്റ്മോസ്ഫിയറും കുറെ കൂടി ചൂടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു ലേക്കിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു വാട്ടർ തന്നെ എന്ത് ചെയ്യും? കുറെയൊക്കെ ഹീറ്റ് അബ്സോർബ് ചെയ്യും. അപ്പൊ അത്രത്തോളം ഹീറ്റ് എന്ത് ചെയ്യില്ല, ഇങ്ങോട്ടേക്ക് പോവില്ല. ഹീറ്റിന്റെ എമൗണ്ടിന് കുറവുണ്ടായിരിക്കും. ദെൻ ഐസിലേക്ക് എത്തുന്ന സമയത്ത് ഈ വരുന്ന എല്ലാ സാധനത്തിനെയും ഇത് അബ്സോർബ് ചെയ്യാന്നല്ലാതെ തിരിച്ചു പോകാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന് മുകളിലുള്ള ഏരിയ അല്ലെങ്കിൽ വായു എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി വെരി
കോൾഡ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി